ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണാൻ പോകുന്നത് ഊട്ടിയിലോട്ടുള്ളൊരു യാത്ര. അതിൽ നീലക്കുറിഞ്ഞിയുടെ വിശേഷങ്ങളാണ് ഈ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. ഞാൻ മൻസൂർ അങ്ങനെ പോയിക്കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുന്നിലൊരു കാഴ്ച കാണുന്നത്. കാളവണ്ടിയുടെ അതും കണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊടുക്കുമ്പോൾ അതിൽ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച കാണുന്നത് ഒന്നും പറയാനല്ല, അമേസിങ്, കിടുക്കാച്ചി. ഈ ഒരു വൈബ്, ഈ ഒരു കാഴ്ച, ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ എന്നും കാണുന്ന കാഴ്ചയിലൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ കണ്ടത്. ഇത് നമ്മുടെ സ്വന്തം ഹട്ടി. ഒന്നും പറയാനല്ല, ഈ ഒരു റൂട്ട് അതിമനോഹരം തന്നെ. നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ വളരുന്ന അത്യപൂർവമായ ഒരു ചെടിയാണ് നീലക്കുറിഞ്ഞി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് അത് കാണാനുള്ള യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നിൽ കാണുന്ന ഈ ഒരു പച്ചപ്പ് ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുകയാണ്. ഞാൻ മൻസൂറും ബൈക്കുമേയാണ് പോകുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് നീലഗിരി ജില്ലയിൽപ്പെടുന്ന ഓരോ സ്ഥലങ്ങളിലൂടെയാണ്. ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ട് യാത്ര ചെയ്യുന്നത്. ഒന്നും പറയാനല്ല, ഇവിടുത്തെ റോഡുകളൊക്കെ കിടുക്കാച്ചി റോഡുകളാണ്. മൻസൂർ പറയുന്നതൊക്കെ ചാലിയാറിൻ്റെ ഉത്ഭവ സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത്. ശരിയാണ് പറയുന്നത്, വിശ്വസിക്കാന്നല്ലാതെ വേറെ മാർഗ്ഗം. കാഴ്ച കണ്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു വെറൈറ്റി കാഴ്ച കാണുന്നത്. രണ്ട് സൈഡിലും മരങ്ങൾക്കിടയിലൂടെ ഈ റോഡിലൂടെ ഒരു KSRTC വരുന്ന ഈ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. ഒരു നീണ്ട യാത്രക്കിടയിൽ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ് അത് ആൾക്കാരെ പഠിച്ചേക്കാരോ. അവൻ ഞാൻ പോരാ. നല്ല കയറ്റാട്ടോ. വണ്ടിയുടെ താഴത്ത് നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു വരണം. നല്ല കയറ്റാ. ഇഞ്ഞും കൊണ്ടോ എന്തേച്ച് കുഴങ്ങിയോ? കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. അതെന്താ? 12 വർഷത്തിൽ പൂക്കണ ഒരു പൂവാണത്. അത് കാണാൻ കുറച്ച് റിസ്ക് എടുക്കും. മോനെ, മൂന്നാർക്കൊന്നും പോകണ്ട. ഇവിടെ കൂടലൂർ എല്ലമണിക്കട് വന്നാൽ മതി. പെരിയശോല ഭാഗത്ത് ഓവാലി പാർക്കിൻ്റെ അവിടെയുണ്ട്, പെരിയശോല ഭാഗത്തുണ്ട്. 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ പൂവ് പൂക്കുന്നത്. ഈ പൂവിൻ്റെ നിറം നീല കലർന്ന വയലറ്റ് നിറമാണ്. പൂവിട്ട ശേഷം ചെടിയുടെ പല ഭാഗങ്ങളും ഉണങ്ങുകയും വിത്തുകളുടെ പുതിയ തലമുറ വളരുകയും ചെയ്യും. ഇതുപോലത്തെ ഒരു കാഴ്ച കാണണമെങ്കിൽ 12 വർഷം കാത്തിരിക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കണ്ടു പോവുക.